ആക്രമിക്കാനായിട്ട് ആള് വരുന്നതും ബാലുച്ചേട്ടനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അടിക്കുന്നതായിട്ടൊക്കെ സോബി കണ്ടു എന്ന് പറയുന്നു. നമ്മുടെ വിശ്വാസത്തിന് യാതൊരു പ്രസക്തി ഇല്ലല്ലോ. ഓരോരുത്തരും ഓരോന്ന് പറയുന്നു. ഇപ്പം നമ്മളെന്ത് പറയാനായാലും മറുപടി ഒന്നും പറയാനില്ല. നമ്മൾ സാക്ഷിയല്ല, അവിടെ ഇല്ലായിരുന്നു. അപ്പം അയാൾ പറയണത് അയാൾക്ക് നമ്മളോട്ട് യാതൊരു പരിചയമൊന്നുമില്ല, കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല അയാൾക്ക്. പിന്നെ അയാൾ പറയുന്നെങ്കിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിഞ്ഞൂടാ. അച്ഛന് വിശ്വാസം തന്നെയാണോ സോബിയെ? എനിക്ക് അയാളെ വിശ്വാസക്കുറവൊന്നുമില്ല. ആ ഒരു ആക്സിഡന്റ് നടന്ന സമയം തൊട്ട് ഈ നിമിഷം വരെ സോബി ഈ വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോവുകയോ നിന്നിട്ടില്ല. കണ്ട കാര്യം അതേപോലെ സോബി പറയുന്നുണ്ട്, ഒരു മാറ്റവും വരുത്താതെ. അച്ഛനും അതേപോലെ തന്നെയാണോ സോബി കാണുന്നത്? സോബി കള്ളം പറയില്ല, സോബി കണ്ടത് കറക്റ്റ്. കള്ളം പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ എന്തിനാണ് അയാൾ കള്ളം പറയണം? അയാൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ മെച്ചമാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഒരു ആർട്ടിസ്റ്റാണ്, കള്ളം പറയാൻ അറിഞ്ഞൂടെ. ഇനി എങ്ങനെയാണെന്ന് ആരുടെ അകത്ത് കയറി നോക്കാൻ പറ്റും നമുക്ക്? മനസ്സിൻ്റെ അകത്ത് ഈ പറയണതൊക്കെ വിശ്വസിക്കുക കേൾക്കുക എന്നുള്ളതല്ലാതെ. സോബി പറയുന്നുണ്ട് ഈ കേസിന് പിന്നാലെ പോയപ്പോൾ സോബിക്ക് വധഭീഷണി വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടാവാം, നമുക്കൊരു പിടിയില്ല. അയാൾക്ക് നമ്മളോട് പ്രത്യേക താല്പര്യത്തിന് കാര്യമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ നേരത്തെ യാതൊരു പരിചയമില്ല. അപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി പറയണതായിരിക്കും, എന്തോ അറിഞ്ഞൂടാ.